എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പുതിയ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറവാക്കി ലഭ്യമാക്കും എന്നാണ്. നികുതി കുറവാക്കി എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടില്ല, മറിച്ച് നികുതി സ്ലാബുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പുതിയ മദ്യനയമല്ല എന്നൊക്കെ പറയാനായിട്ട് കോൺഗ്രസിൻ്റെ പലരും അദ്ദേഹത്തെ ന്യായീകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ശ്രീ വി.ഡി. സതീശൻ തന്നെ 2 വർഷം മുൻപ് CPM സർക്കാർ ഈ ഒരു നയം നടപ്പാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തിരുന്നതിന് ഘടകവിരുദ്ധമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു ടേൺ എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആരോപണം. ഇതേ സമയം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട മറ്റു ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കൺവെൻഷനലായിട്ടുള്ള മദ്യനയത്തിൽ നിന്ന് മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ശ്രീ വി.ഡി. സതീശൻ സ്വന്തമായി ഒരു തീരുമാനമെടുക്കുകയാണോ എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അങ്ങനെ വെറുമൊരു നികുതി നിർദ്ദേശം മാത്രമാണ് ഇത്തവണത്തെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ള ശ്രീ വി.ഡി. സതീശൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു പക്ഷത്തെ ആൾക്കാരുടെയും വാദത്തിന് കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ മദ്യനയം എന്താണ് എന്നുള്ളതാണ്. നേരത്തെ CPMൻ്റെ നയത്തിനെ കോൺഗ്രസ് എതിർത്തിരുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണോ ഇപ്പോൾ അവർ പെരുമാറുന്നത് എന്നാണ്, മറ്റ് എന്തൊക്കെ വിഷയങ്ങളാണ് ഈ പുതിയ മദ്യനയത്തിൽ ഉള്ളത് എന്നതിനെക്കുറിച്ചാണ് നോക്കാം. നമ്മളിതിൽ ആദ്യം പരിശോധിക്കേണ്ടുന്ന കാര്യം കോൺഗ്രസിൻ്റെ മദ്യനയം എന്താണ് എന്നുള്ളതാണ്. ഇത് പുതിയ സർക്കാരാണ്, 1 മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പുതിയ ഒരു മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും നിലവിൽ കേരളത്തിനൊരു മദ്യനയമുണ്ട്, കോൺഗ്രസ്സിന് അവരുടേതായിട്ടുള്ള ഒരു മദ്യനയമുണ്ട് എന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ആ മദ്യനയം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ രൂപത്തിൽ അവർ നമ്മളോട് പറഞ്ഞത്. അത് കേവലം കോൺഗ്രസിൻ്റെ മദ്യനയമായിരുന്നില്ല, മറിച്ച് UDFൻ്റെ എല്ലാ കക്ഷികളുടെയും ചേർന്നുള്ള മദ്യനയമായിരുന്നു. ആ നയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി മാറിയ സാഹചര്യത്തിൽ കേരളത്തെ ഈ മാരക വിപത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ലഹരി എന്നുള്ള ഒരൊറ്റ ബ്രാക്കറ്റിലേക്ക് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും കൂടി ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വ്യാപനം കുറയ്ക്കും എന്ന് ഒരു മദ്യനയം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മദ്യത്തിൻ്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുക എന്നുള്ളതാണ് പ്രഖ്യാപിത നയമെങ്കിൽ എങ്ങനെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ച് വില കുറച്ച് മാർക്കറ്റിലേക്ക് എത്തിച്ചാൽ അതിൻ്റെ വ്യാപനം കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപിതമായിട്ടുള്ള മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മദ്യനയത്തിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനമല്ല ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇതേ കാര്യം തന്നെയാണോ നേരത്തെ CPM പറഞ്ഞിരുന്നത്? 2 വർഷം മുമ്പ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി.ഡി. സതീശൻ ഇതേ കാര്യത്തിനെ തന്നെയാണോ അന്ന് എതിർത്തത് എന്നുള്ളതാണ്. 2024 വീര്യം കുറഞ്ഞ മദ്യത്തിനെ കൊണ്ടുവരികയും അതിന് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു പദ്ധതി LDF പ്രപ്പോസ് ചെയ്യുന്നത്. ആ സമയത്ത് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് ഇത് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന പരിപാടിയാണ് എന്നാണ്. അതായത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മദ്യത്തിന് ഒരു സെയിൽസ് ടാക്സ് പെർസെൻറ്റേജ് ഉണ്ട്, അത് കുറച്ചു കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടേണ്ടുന്ന വരുമാനം കുറയും എന്നുള്ളതാണ് പറയുന്നത്. തന്നെയുമല്ല, അങ്ങനെ വില കുറയ്ക്കുന്നത് വഴി ഇവിടെയുള്ള പ്രൈവറ്റ് ഡിസ്റ്റിലറികൾക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കാനാണ് സർക്കാരിൻ്റെ ഉദ്ദേശമെന്നാണ് അന്ന് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്. അത് അഴിമതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പ്രൈവറ്റ് ഡിസ്റ്റിലറികൾക്ക് കൂടുതൽ വരുമാനം കൊടുത്ത് അവരിൽ നിന്ന് പൊളിറ്റിക്കൽ ഫണ്ടിംഗ് ആയിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിരുന്നു, നയമായിരുന്നു അന്ന് കൊണ്ടുവന്നത് എന്നാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ശ്രീ വി.ഡി. സതീശൻ അന്ന് പറഞ്ഞത്. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപ് സമാനമായിട്ടുള്ള ഒരു പ്രപ്പോസലിനെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണോ കോൺഗ്രസ് അന്ന് എതിർത്തിരുന്നത്, വിശേഷ്യ ശ്രീ വി.ഡി. സതീശൻ എതിർത്തിരുന്നത്, അതേ കാര്യത്തിനെ തന്നെ ഇന്ന് നടപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഇത് ശ്രീ വി.ഡി. സതീശൻ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട്. കഴിഞ്ഞ CPM സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനായിട്ട് പ്രപ്പോസൽ കൊണ്ടുവന്നിരുന്നു, പക്ഷേ നികുതി എത്രയാണ് എന്ന് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇത്തവണ അത് ഫിക്സ് ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ശ്രീ സതീശൻ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? പുതുതായിട്ടത് ഫിക്സ് ചെയ്യുമ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന വീര്യം കൂടിയ മദ്യത്തിന് എത്ര സെയിൽസ് ടാക്സ് പെർസെൻറ്റേജ് ആണോ അതുമായിട്ടാണ് നമ്മളിതിനെ താരതമ്യം ചെയ്യേണ്ടത്. അതായത് പൊതുവെ വിപണിയിൽ ലഭ്യമായിരിക്കുന്ന സാധാരണ മദ്യത്തിനുള്ള സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 241 മുതൽ 251% വരെയാണ്. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് 2 സ്ലാബുകളിലായി 125% മുതൽ 175% വരെ നികുതിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റിലെ സെയിൽസ് ടാക്സിനേക്കാൾ വളരെ കുറഞ്ഞ നികുതി തന്നെയാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ സതീശൻ പറയുന്നത് ഉൾപ്പെടെയുള്ള വാദം അവിടെ നിലനിൽക്കുന്നതല്ല. പുതുതായിട്ടാണ് ഇപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മദ്യത്തിന് മേൽ ചുമത്തുന്ന സെയിൽസ് ടാക്സ് എത്രയാണോ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് ആ എമൗണ്ട്. ഇത് തന്നെയാണ് നേരത്തെ LDF സർക്കാർ പ്രപ്പോസ് ചെയ്തിരുന്നത്.
അതുകൊണ്ട് തന്നെ എന്ത് കാരണത്താലാണോ നേരത്തെ ഈ പ്രൊപ്പോസലിനെ എതിർത്തത്, അതേ വാദം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു യു ടേൺ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിലെ ഗുരുതരമായിട്ടുള്ള നാലാമത്തെ പ്രശ്നം, അതായത് മദ്യനയം തീരുമാനിക്കുക, അത് ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയാകേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ അതിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ എം ലിജുവോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. താനും ഈ കാര്യത്തിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് മന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ സണ്ണി ജോസഫും പ്രതികരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള മന്ത്രിയോ UDFൻ്റെ മന്ത്രിസഭയോ കോൺഗ്രസിൻ്റെ മന്ത്രിമാരോ കോൺഗ്രസ് പാർട്ടിയോ ഈ കാര്യം ചർച്ച ചെയ്തിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്നതിനു വേണ്ടി പുതിയ മദ്യനയമല്ല പ്രഖ്യാപിക്കപ്പെട്ടത്, മറിച്ച് ഒരു ടാക്സ് പ്രപ്പോസൽ മാത്രമാണ് മുന്നോട്ട് വെച്ചത് എന്നാണ്. പക്ഷേ ടാക്സ് പ്രപ്പോസൽ എന്തിനാണ് എന്നോർക്കണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്നുള്ളതാണ് ആ പ്രപ്പോസൽ. വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കണോ, അതിന് കുറഞ്ഞ ടാക്സ് കൊടുക്കണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഡിസിഷനാണ്. ആ പോളിസി ഡിസിഷൻ ഉണ്ടാകേണ്ടത് UDFിലുള്ള കൺകറൻസിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനയമായിട്ടാണ്. അത് കേവലം ഒരു പ്രപ്പോസൽ എന്ന നിലയ്ക്ക് ധനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് പൂർണ്ണമായിട്ടും പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനായിട്ട് തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അത് വന്നിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിനെ പരിഹരിക്കേണ്ടത് കോൺഗ്രസ് ആണ്, UDF ആണ്. ഇനി ഇതിലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ലഹരി എന്നുള്ള ഒരൊറ്റ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടിൻ്റെയും വ്യാപനവും ലഭ്യതയും ഒക്കെ തന്നെ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പെരുമാറും എന്നുള്ള ഒരു വാഗ്ദാനമാണ് UDF ജനങ്ങൾക്ക് നൽകിയത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പദ്ധതി വഴി മയക്കുമരുന്നിനെതിരായിട്ടുള്ള വേട്ട അതിശക്തമായിട്ട് സംസ്ഥാനം ഉടനീളം ഇപ്പോൾ നയിക്കുകയാണ്. മറുവശത്ത് വീര്യം കുറച്ച മദ്യം കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നടപടിയാണ്. അതായത് ഒരു ഭാഗത്ത് മയക്കുമരുന്നിനെ അമർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് മദ്യത്തിനെ ലിബറലൈസ് ചെയ്തിട്ട് അതിനെ കൂടുതൽ സ്വീകാര്യമാക്കി മാറ്റുക എന്നുള്ള ഒരു താല്പര്യമാണ് സർക്കാരിനുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലഹരികളോട് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള സമീപനമാണ് UDF സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ വഴി ലഹരിക്കെതിരായിട്ടുള്ള ആക്രമണം, മറ്റൊരു ഭാഗത്ത് ലഹരി ഉപയോഗിച്ച് ആൾക്കാർ അടിച്ച് തൂഫാനായിക്കോട്ടെ എന്നുള്ള ഉദാരമായിട്ടുള്ള ഒരു സമീപനം. ഇത് വളരെ കോൺട്രാസ്റ്റിംഗ് ആണ്, കോൺട്രഡിക്ടറി ആണ് എന്നുള്ളത് UDF മനസ്സിലാക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കും, ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കുന്നതല്ലേ വീര്യം കൂടിയ മദ്യം ലഭ്യമാക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. മദ്യം സമൂഹത്തിൽ അവൈലബിൾ ആക്കുന്നതിനോ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനോ വീര്യം കുറഞ്ഞ മദ്യം സമൂഹത്തിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്നതിനോ ഒന്നും ഞാനെതിരല്ല. പക്ഷേ ഇവിടുത്തെ എതിർക്കപ്പെടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നയപരമായിട്ടുള്ള ഒരു സമീപനമാണ്. അതായത് എന്ത് കാര്യത്തിനെയാണോ നേരത്തെ നിങ്ങൾ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് എതിർത്തത്, അതേ കാര്യത്തിനെ അതേ ന്യായം ഉപയോഗിച്ച് ഇപ്പോൾ അനുകൂലിക്കുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് വാദം. ധാതു മണലിൻ്റെ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും എന്ത് കാര്യത്തിനെയാണോ കോൺഗ്രസ് നേരത്തെ എതിർത്തിരുന്നത്, ആ കാര്യത്തിനെ ഭരണത്തിലെത്തിയതിനു ശേഷം പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു യു ടേൺ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെയുള്ള ഒരു യു ടേൺ ആണ് ഇവിടെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കാണുന്നത് എന്നുള്ളതാണ് വിമർശനം. അതല്ലാതെ മദ്യം വീര്യം കുറച്ചിറക്കുന്നതോ അതിനെ കുറഞ്ഞ വിലയ്ക്ക് ആൾക്കാർക്ക് അവൈലബിൾ ആക്കുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. മറിച്ച് നിലപാടാണ്, നയമാണ്, സമീപനമാണ്, യു ടേൺ ആണ്. അതായത് ഇന്നലെ വരെ മദ്യ ഉദാരവൽക്കരണം എന്നത് അഴിമതിയാണ്, സർക്കാരിന് ധനനഷ്ടമാണ്, സ്വകാര്യ ഡിസ്റ്റിലറുകൾക്ക് പണമുണ്ടാക്കുന്നതിനുള്ള മാർഗമാണ്, അതുവഴി ആ പണം പൊളിറ്റിക്കൽ ഫണ്ടിങ്ങായി കിട്ടാനുള്ള അഴിമതിക്ക് കൂട്ടുപിടിക്കലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇന്ന് അതെങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കാരമായി മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. പൊതുവിൽ മദ്യത്തിന് 250% മുകളിൽ സെയിൽസ് ടാക്സ് പെർസെൻറ്റേജ് ചുമത്തുമ്പോൾ അതിന് പറയുന്ന ന്യായം എന്നത് മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് എന്നാണ്. അതായത് എത്രത്തോളം ടാക്സ് കൂട്ടുന്നോ എത്രത്തോളം വില കൂട്ടുന്നോ അത്രത്തോളം ഇതിൻ്റെ ഉപഭോഗം കുറയ്ക്കാം എന്നുള്ളതാണ് സങ്കല്പം. എന്നാൽ ഇതിൻ്റെ ടാക്സ് കുറയ്ക്കുന്നത് വഴി, ഇതിൻ്റെ വില കുറയ്ക്കുന്നത് വഴി ഇതിൻ്റെ ലഭ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും അങ്ങനെയാണ് എങ്കിൽ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മദ്യനയം പറഞ്ഞത്. ഇതിൻ്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുക എന്നുള്ളതാണ് നയമെങ്കിൽ ഇതിൻ്റെ വില കുറയ്ക്കുന്നത് കൊണ്ടോ ടാക്സ് കുറയ്ക്കുന്നത് കൊണ്ടോ ലഭ്യത, ഉപഭോഗം എന്നിവ കുറയുകയല്ല, കൂടുകയാണ് എന്നുള്ളതാണ് വസ്തുത. മദ്യം വീര്യം കുറഞ്ഞതോ കൂടുതലോ ഉള്ളത് ആൾക്കാർ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. അത് അനുവദനീയമായ രീതിയിൽ എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് സർക്കാരിന് തീരുമാനിക്കാം. അതിലൊന്നും എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല. പക്ഷേ സർക്കാർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് പ്രശ്നം. ഒരു നയത്തിൻ്റെ നിലപാടിൻ്റെ പേരിൽ പഴയ സർക്കാരിനെ വിമർശിക്കുമ്പോൾ
പിന്നീട് യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലാതെ അതേ കാര്യം തന്നെ ഭരണത്തിലെത്തുന്ന സമയത്ത് നടപ്പാക്കാനായിട്ട് ഈ വിമർശിച്ച ആൾക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു ഔചിത്യമില്ലായ്മയുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഒന്നുകിൽ ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടത് കഴിഞ്ഞ സർക്കാരിനെ ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ വിമർശിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയണം. ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള അഴിമതിയല്ല, അത് സംസ്ഥാന ഖജനാവിന് നഷ്ടമല്ല, പ്രൈവറ്റ് ഡിസ്റ്റിലറികൾക്ക് അമിത ലാഭമുണ്ടാക്കുകയല്ല, അതുവഴി പൊളിറ്റിക്കൽ ഫണ്ടിംഗ് വഴി കോടികൾ പാർട്ടിക്ക് കിട്ടാനുള്ള ഒരു ശ്രമമല്ല എന്ന് പറയണം. അതിൻ്റെ പേരിൽ തെറ്റായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ പേരിൽ CPM-നോട് മാപ്പ് പറയുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം പൊളിറ്റിക്കൽ മര്യാദ. അതും കാണിക്കാതെ ഈ U-ടേൺ കാണിച്ചു കഴിഞ്ഞാൽ ആ U-ടേൺ കണ്ടിട്ട് നല്ല നയമാണല്ലോ എന്ന് കരുതി ആൾക്കാർ മിണ്ടാതിരിക്കും എന്ന് ദയവ് ചെയ്ത് കോൺഗ്രസ് കരുതരുത്. അതായത് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് 2026 ജൂണിൽ ചോദിച്ചാൽ അത് 2024 ജൂണിലും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്നുള്ള ഒരു മറു ചോദ്യമാണ് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക, U-ടേൺ അവസാനിപ്പിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപടി പിൻവലിക്കുക, അതല്ല എങ്കിൽ നേരത്തെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കേരളീയ പൊതുസമൂഹത്തിനോട് വിശിഷ്യ CPM-നോട് മാപ്പ് പറഞ്ഞതിന് ശേഷം ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ ഇത് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന പരിപാടിയാണ് എന്നും അതേപോലെ പ്രൈവറ്റ് ഡിസ്റ്റിലറികൾക്ക് കോടികൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് എന്നും അതുവഴി തിരികെ കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ ഫണ്ടിംഗ് ആണ് എന്നുമുള്ള ശ്രീ VD സതീശൻ്റെ തന്നെ വാക്കുകളായിരിക്കും ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടാവുക എന്ന് മാത്രം കോൺഗ്രസിനെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.